ഹായ് മക്കളെ, വെൽക്കം ടു ഏകൻ ലേണിംഗ്. എല്ലാവർക്കും ഓണപരീക്ഷാ ദിനാശംസകൾ. ഓണപരീക്ഷ വരാൻ പോകുന്നത് ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. സോ നാളെ കൃത്യം 7 മണിക്ക് വൈകുന്നേരമാണ്. നേരെ ഇങ്ങോട്ട് വരിക, നമ്മൾ ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് അടിപൊളി ലൈവായിട്ട് 2-2.5 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഓരോ ചാപ്റ്ററിലെയും ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ആറ്റിക്കുറിക്ക് നമ്മൾ പഠിക്കും കേട്ടോ. അതിന് മുന്നോടിയായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുള്ള 2 കട്ടിയുള്ള ചോദ്യങ്ങളുണ്ട്. ഇത് കട്ടിയാണെന്ന് വെച്ചാൽ കുറച്ച് കട്ടിയാണ്, കാരണം ഈ സാധനം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. പിന്നെ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ വരും ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. സോ കണ്ടോളൂ, 2 ചോദ്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: 100 പേജുകളുള്ള നിങ്ങളുടെ ഒരു നോട്ട്ബുക്കിന്റെ പേജിന്റെ ഘനം കണ്ടെത്തണം. Find the thickness of a sheet of paper in your notebook with 100 pages. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് പേപ്പറിന്റെ എണ്ണം ഓൾറെഡി തന്നിട്ടുണ്ട്. സോ ഒരു പക്ഷേ ഇതേപോലൊരു ഫിഗർ നിങ്ങൾക്ക് തരും. ഈ ഫിഗർ തന്നിട്ടില്ല എങ്കിൽ ഒരു കാര്യം കൂടി നമുക്ക് തരും. പേപ്പർ ബണ്ടിലിന്റെ ഉയരം ഡാഷ് ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പേപ്പർ ബണ്ടിലിന്റെ ഉയരം 0.8 അല്ലേ. ഉയരം എത്രയാണ്? ഹൈറ്റ് ഓഫ് ദ പേപ്പർ ബണ്ടിൽ, ഉയരം, പേപ്പർ ബണ്ടിലിന്റെ ഉയരം 0.8 സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 8 മില്ലിമീറ്റർ. ഇതിലേതും വരാം, 8 മില്ലിമീറ്റർ അല്ലെങ്കിൽ 0.8 സെന്റിമീറ്റർ ആണ്. ക്ലിയർ ആണല്ലോ? ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ അളന്നെടുക്കുന്ന ഒരു അളവല്ലേ. അപ്പോൾ അളന്നെടുക്കുന്ന അളവും തന്നിരിക്കുന്ന അളവും ഓർമ്മയിലുണ്ടാവണം. ഇവിടെ തന്ന എന്താണ്? നമ്പർ ഓഫ് പേജസ് അല്ലെങ്കിൽ പേജുകളുടെ എണ്ണം എത്രയാണ്? 100 എണ്ണാണ്. ചോദിച്ചെന്താണ്? തിക്നെസ് കാണണം. ഒരു പേജിന്റെ കനം നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഇക്വേഷൻ ഒന്നും നമ്മൾ ഇതുവരെ കണ്ടെത്തിയില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. എങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കുക അറിയാവോ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക, നമ്മൾ അളന്നെടുത്ത അളവ് ഏതാണ്? അളന്നെടുത്ത അളവ് ഉയരമാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് എഴുതാൻ പോവാണ്, മെഷേർഡ് വാല്യൂ എഴുതാണ്. മെഷേർഡ് വാല്യൂ അതായത് അളന്നെടുത്ത അളവ് ബൈ ഗിവൺ വാല്യൂ. ഇത് ഞാൻ കണ്ടെത്തിയൊരു ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താലോ നമുക്കിത് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതായത് നമ്മൾ അളന്നെടുത്ത അളവിനെ ഓൾറെഡി തന്നിരിക്കുന്ന അളവ് കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അതായത് മെഷേർഡ് വാല്യൂ എന്താണ്? ഹൈറ്റ് ആണ്. അപ്പോൾ ഹൈറ്റ് ബൈ നമ്പർ ഓഫ് പേജ് ആണ് വരിക. ക്ലിയർ ആണോ? സോ ഹൈറ്റ് എത്രയാണ്? 8 അല്ലെങ്കിൽ 0.8 സെന്റിമീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേജ് 100 എന്ന് കിട്ടും. 0.8 സെന്റിമീറ്റർ എടുത്തു കേട്ടോ. അപ്പോൾ 0.8നെ നമ്മൾ 100 കൊണ്ട് ഹരിക്കണം. എങ്ങനെ ഹരിക്കാം മക്കളെ? നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കുന്നു. പോയിന്റ് ഉള്ള ഒരു സംഖ്യയെ നമ്മൾ 100 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു 0 അങ്ങോട്ട് കട്ട് ചെയ്യുക. ട്രിക്കാണ്, ഹരിക്കുകയാണ്. ഒരു 0 നമ്മൾ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു സ്ഥാനം ഇങ്ങോട്ടേക്ക് മാറ്റി ഇവിടെ കുത്തിടണം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് കിട്ടും 0.08/100 എന്ന് കിട്ടും. 10 എന്ന് കിട്ടും അല്ലേ. ഇനി അടുത്ത 0 കൊണ്ട് ഞാൻ കട്ട് ചെയ്യുമ്പോൾ അതാ ഇവിടെയുള്ള ഈ പോയിന്റ് ഇങ്ങോട്ടേക്ക് മാറിയിട്ട് ഇവിടേക്ക് എത്തും. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ഥാനം കൂടി ഇങ്ങോട്ടേക്ക് മാറി. വെറുതെ സ്ഥാനം എഴുതി വെക്കാൻ പറ്റൂല, ഇവിടെ ഒരു 0 കൂടി ഇട്ട് വെക്കണം. അപ്പൊ നമുക്ക് എത്ര ഉത്തരം കിട്ടുന്നത്? ഉത്തരം കിട്ടുക 0.008 സെന്റിമീറ്റർ എന്നാണ് ഉത്തരം കിട്ടുക. കിട്ടിയോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാം. ഇനി ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ തന്നെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ? ചോദ്യം എന്താണ്? ഒരു പെൻസിൽ നമ്മുടെ കയ്യിലുണ്ട്. കണ്ടോ? ചുറ്റും 10 ടേൺസ് ഉണ്ട്, 10 ചുറ്റുകളുണ്ട്. ഈ ചുറ്റുകളുടെ നീളം നമ്മൾ അളന്നെടുത്തിട്ടുണ്ട്. എങ്ങനെ അളന്നെടുത്തത്? സ്കെയിൽ കണ്ടല്ലോ. നേരത്തെ നമ്മളൊരു പേപ്പർ ബണ്ടിൽ ഉണ്ടെങ്കിൽ ഇതേപോലെ സ്കെയിൽ നമുക്ക് തരും. അളന്നെടുത്ത നീളം 25 മില്ലിമീറ്റർ എന്നതിന് എത്രയാണ്? മില്ലിമീറ്റർ ആണ് കേട്ടോ. സോ ഇവിടെ തന്നിരിക്കുന്ന അളവ് 10 ചുറ്റുകൾ. അളന്നെടുത്ത അളവ് ഏതാണ്? നീളമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കാം? എന്താ കണ്ടുപിടിക്കേണ്ടത്? ഒരു ചുറ്റിന്റെ വീതി അല്ലേ. അപ്പൊ നമ്മൾ വീതി കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ സെയിം സംഭവം. തിക്നെസ് ഈസ് ഈക്വൽ ടു വീതി എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക നമുക്ക്? അളന്നെടുത്ത അളവ്, അളന്നെടുത്തത്
ബൈ എന്താണ് തന്നത് അല്ലേ, തന്ന അളവ്. അപ്പൊ അളന്നെടുത്ത അളവ് ഏതാണ്? അളന്നെടുത്ത അളവ് നീളമാണ് അല്ലെ, നീളം. ബൈ നമ്പർ ഓഫ് ടേൺസ്, ചുറ്റുകളുടെ എണ്ണം. കണ്ടോ, നേരത്തെ സെയിം ആയിരുന്നു, നീളം അല്ലെങ്കിൽ ലെങ്ത്. കണ്ടോ, അപ്പൊ നമുക്കൊരു കോമൺ പാറ്റേൺ ഉണ്ടാക്കാൻ വേണേ പറ്റും. എങ്ങനെ? നീളം അല്ലെങ്കിൽ ഉയരവും നീളവും ഒക്കെ ഒരേ സംഭവമാണ്. നമ്പർ ഓഫ് പേജസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ഇതൊക്കെ താഴെയാണ് വരിക എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സോ ഈ ഒരു ഐഡിയ വെച്ച് വേണം നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എങ്ങനെ കിട്ടി? ഇങ്ങനെ കിട്ടുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടാൻ നോക്കാം. നീളം എത്രയാണ്? 25 മില്ലിമീറ്റർ ആണ്. എത്ര ചുറ്റുണ്ട്? 10 ചുറ്റുണ്ട് അല്ലേ. അപ്പൊ 25 മില്ലിമീറ്റർ അങ്ങനെ കിടക്കട്ടെ. അപ്പൊ 25/10 എന്നാണ് കിട്ടുക. നമ്മൾ നേരത്തെ ചെയ്ത ട്രിക്ക് എന്തായിരുന്നു? ഒരു 0 നമ്മൾ കട്ട് ചെയ്യുമ്പം ഇവിടുന്ന് ഒരു സ്ഥാനം ഇങ്ങോട്ട് മാറ്റി കുത്തിടണം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 2.5 മില്ലിമീറ്റർ എന്നാണ് കിട്ടുക. അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതെങ്ങനെയാ സാർ എങ്ങനെ വന്നത്? 25/10 ചെയ്യുമ്പം ഈ പോയിന്റ് ഒന്നും ഇല്ലല്ലോ മക്കളെ. 25 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണത്? 25.00 എന്നാണ് ശരിക്കും അത് കേട്ടോ. അപ്പോ ഇവിടെ എന്തുണ്ട്? ഒരു പോയിന്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു 0 ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഇവിടുന്നാണ് ഈ സ്ഥാനം ഇങ്ങോട്ടേക്ക് മാറുന്നത്. 2.5 ആണ് കിട്ടുന്നത്. ഇതൊരു ചോദ്യം കൂടി ഉണ്ട് അല്ലേ. ഈ ചുറ്റിന്റെ വീതിയെ സെന്റിമീറ്ററിൽ പ്രസ്താവിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് എന്തിനാ കിട്ടിയിട്ടുള്ളത്? മില്ലിമീറ്ററിലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 2.5 മില്ലിമീറ്ററിനെ എന്താക്കി മാറ്റണം? സെന്റിമീറ്റർ ആക്കി മാറ്റണം. അപ്പൊ നമ്മൾ പണ്ടെങ്ങാണ്ട് പഠിച്ച ഒരു ട്രിക്കൊക്കെ ഉണ്ടായിരുന്നു. ഇതെന്താണ്? മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ ക്വാണ്ടിറ്റി ആണ്, സെന്റിമീറ്റർ വലുതാണ് അല്ലേ. അപ്പൊ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റീനെ വലിയ ക്വാണ്ടിറ്റി ആക്കാൻ നമ്മൾ ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. ചേവഹ എന്നും വാചകു എന്നും നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഞാൻ പോകേണ്ട കാര്യമില്ലല്ലോ. ഇനി ആർക്കെ അറിഞ്ഞൂടെ താഴെ കമന്റ് ബോക്സ് പറഞ്ഞാൽ മതി, ഞാൻ ഡീറ്റെയിൽ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ അടുത്ത ലൈവിൽ നമ്മൾ ഇതൊന്നുകൂടി എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പം നമുക്ക് എത്ര കൊണ്ട് ഹരിക്കണം? നമ്മൾ നോക്കുന്ന സമയത്ത് 10 മില്ലിമീറ്റർ ആണ് ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഹരിക്കേണ്ട വാല്യൂ എത്രയാണ്? 10 കൊണ്ട് നമ്മൾ ഹരിക്കേണ്ടത് കേട്ടോ. വലിയ വാല്യൂ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഏതെന്നാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതാണോ ബന്ധം, ഇവിടെ ബന്ധം എന്താണ്? 10 മില്ലിമീറ്റർ ആണ് ഒരു സെന്റിമീറ്ററിലെ ബന്ധം വരുന്നത്. അപ്പോൾ നമ്മൾ ഈ 2.5നെ നമ്മൾ 10 കൊണ്ട് എന്ത് ചെയ്യണം? ഹരിക്കണം. അപ്പം നമുക്ക് ഈസിയാണ്. 10 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഒരു സ്ഥാനം ഇങ്ങോട്ട് മാറ്റി കുത്തിട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടും? ഉത്തരം കിട്ടുക 0.25 സെന്റിമീറ്റർ എന്നാണ് ഉത്തരം കിട്ടുക. കിട്ടിയോ? സോ ഇതേപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ എല്ലാ ചോദ്യങ്ങളുമായിട്ട് ഞാൻ നാളെ കൃത്യം നിങ്ങളുടെ കൂടെ ലൈവിനുണ്ടായിരിക്കും. സോ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഇപ്പൊ തന്നെ ഉറപ്പായിട്ടും നാളെ നിങ്ങൾ വരുന്ന് നിങ്ങൾ തന്നെ പറയുക. ശേഷം കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ നാളത്തെ ലൈവിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരും കേട്ടോ. നാളെ കാണാം. മറക്കേണ്ട സമയം കൃത്യം 7 മണിക്ക് 8ാം ക്ലാസ്സിൻ്റെ യൂട്യൂബ് ചാനലിലെ 7 ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും.